കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ വിജിലൻസ് റെയ്ഡ്. സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഭാര്യയുടെ ആർടി ഓഫീസ് കൺസൾട്ടൻസി സ്ഥാപനത്തിന്റെ ജോലികളും ചെയ്യുന്നതായി കണ്ടെത്തി. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ പരിശോധന? ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉറപ്പാണല്ലേ? അർജുൻ, രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, നടപടിയും ഉറപ്പാണ്. കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകൾ നീണ്ട റെയ്ഡാണ് വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്നത്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച റെയ്ഡ് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. CPO റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയായിരുന്നു അന്വേഷണം. ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിരവധി അനൌദ്യോഗികമായ ഇടപാടുകൾ കണ്ടെത്തി എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറെയും വാഹന ഉടമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു എന്നാണ് വിജിലൻസിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ഇയാളുടെ ഭാര്യ കണ്ണൂരിൽ ഒരു RTO ഓഫീസ് കൺസൾട്ടൻസി സ്ഥാപനം നടത്തുന്നുണ്ട്. ഇതിന്റെ ജോലികളെല്ലാം ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് ചെയ്ത് വന്നിരുന്നതെന്നാണ് വിജിലൻസ് അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. വാഹന പരിശോധനയ്ക്കിടെ, അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വാഹന പരിശോധനയൊക്കെ നടത്തുമ്പോൾ ടാക്സ് ഇല്ലാത്ത, ഇൻഷുറൻസ് തീർന്ന വാഹനങ്ങളൊക്കെ ഉണ്ടാകും. ആ ഉടമകളെയൊക്കെ സമീപിച്ച് അതിന്റെ തുടർ കാര്യങ്ങൾ ഈ കൺസൾട്ടൻസി സ്ഥാപനം മുഖേന നടത്തുന്നതായാണ് വിജിലൻസിന് വിവരം ലഭിച്ചത്. അങ്ങനെയാണ് വിജിലൻസ് ഒരു മിന്നൽ പരിശോധന ഇന്ന് ഇവിടെ നടത്തിയത്. ഈ വിജിലൻസ് പരിശോധിക്കുന്നതിനിടയിലും വാഹന കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട ഫോണുകൾ വന്നു. ഈ കാര്യങ്ങളൊക്കെ, ഈ ഇൻഷുറൻസിന്റെയും മറ്റും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ ഫോൺ കോൾ വന്നത്. ഈ മണൽ മദ്യക്കടത്ത് സംഘവുമായും ഇയാൾ ബന്ധപ്പെടുന്നു എന്നതിന്റെ സൂചനകൾ കൂടി വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിജിലൻസ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടില്ല. ഇയാൾക്കെതിരെ വിശദമായ അന്വേഷണം നടക്കുന്നതിനാലാണ് ഈ പേരുവിവരം ഉൾപ്പെടെ പുറത്ത് വിടാത്തതെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. വിജിലൻസ് ഡയറക്ടർക്ക് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ചേർത്ത് വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയ ശേഷം തുടർ അന്വേഷണം ഉണ്ടാകും. ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന് പുറമെ SI നിജേഷ്, ASI ജയശ്രീ, സീനിയർ CPOമാരായ ഷിജിത്ത്, ഹൈറേഷ് എന്നിവരും ഈ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ഗുരുതരമായ കാര്യങ്ങളൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിന്റെ ഡ്യൂട്ടി, അതിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിനിടയിൽ ഈ വാഹന ഉടമകളുടെ വിവരങ്ങൾ കൂടി ശേഖരിക്കുക, അവരെ സമീപിച്ച് ഈ ഭാര്യയുടെ പേരിലുള്ള കൺസൾട്ടൻസി സ്ഥാപനത്തിന് ഈ വർക്കുകൾ നേടിക്കൊടുക്കുക, ഇത് ഗുരുതരമായ ഒരു ചട്ടലംഘനം തന്നെയാണ് എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ മദ്യക്കടത്ത് സംഘവുമായും മണൽ മാഫിയ സംഘവുമായും ഇയാൾ ബന്ധപ്പെടുന്നു എന്നതിന്റെ സൂചനകൾ കൂടി വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും വിശദമായ അന്വേഷണം ഉണ്ടാകും, നടപടി ഉറപ്പാണെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ തുടർ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. കാരണം കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വിജിലൻസ് പുറത്തു വിട്ടിട്ടില്ല. അർജുൻ.